ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ആഴ്ച തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശ്രുതി അത് എടുത്തിരിക്കുകയാണല്ലോ. അതിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരത്ത് പണം മോഷ്ടിക്കുന്ന വീഡിയോ. അതായത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശരത്ത് പണം മോഷ്ടിക്കുന്ന ആ വീഡിയോ എടുക്കാൻ വേണ്ടി ആ വീഡിയോ എടുത്ത് ആൻ്റണിക്ക് കൊടുക്കുകയും അത് വൈറലാകുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഈ വിവരം അറിയുകയും അങ്ങനെ രേവതിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ചന്ദ്രഹാസം മുഴക്കുകയും ചെയ്യാണ്. ശരത്തിനെ പിടിച്ച് തല്ലുകയും രേവതിയുടെ അമ്മയെ ചീത്ത പറയുകയും കണ്ണു പൊട്ടുന്ന ചീത്ത രേവതിയെ പറയുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ നാട്ടുകാർ വരെ അതിൽ ഇടപെടേണ്ടി വരികയാണ്. ആ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചി നോക്കുമ്പോൾ ഫോണില്ല കേട്ടോ. സച്ചിക്കാണെങ്കിൽ 2 ദിവസത്തെ ഓട്ടം ഉള്ളത്. എന്താ ചെയ്യാന്ന് സച്ചി ഇങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇന്നലെ കുടിച്ച് കണ്ണ് കാണാൻ മേലാതെയല്ലേ വന്നത്, നിങ്ങൾ കുടിച്ചിരുന്ന ആ ഹോട്ടലിലൊന്ന് പോയി നോക്കുക, അവിടെയെങ്കിലും കാണുമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പോവാണ് കേട്ടോ. സച്ചിയും മഹേഷും കൂടി ആ ഹോട്ടലിലെല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് ഫോണൊന്നും കിട്ടുന്നില്ല. സച്ചിക്ക് ഭയങ്കര വിഷമമായിട്ട് തിരിച്ചു വരിക. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഫോൺ കിട്ടിയില്ലേന്ന് ചോദിക്കുക. എവിടെ നിന്ന് ഫോൺ കിട്ടാനാ, കിട്ടിയില്ല, എൻ്റെ ഫോണിലാണെങ്കിൽ ഒരുപാട് പേരുടെ നമ്പറൊക്കെ ഉള്ളതാണെന്ന് പറയുകയാണ്. എനിക്കാണെങ്കിൽ 2 ദിവസത്തെ ഒരു ഓട്ടോ ഉണ്ട് താനും, എന്താ ചെയ്യാമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ കൊണ്ടുവെക്കുക സച്ചിയേട്ടാ, എന്നിട്ട് ഇങ്ങോട്ട് ആരുടെയും ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ രേവതി ഫോണൊക്കെ കൊടുത്ത് സച്ചിയെ വിടുക. അങ്ങനെ ഇരിക്കുമ്പം ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രേവതി നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നിട്ട് ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തെ ഒരു ഉപകാരം ചെയ്യണം നീ എന്ന് പറയാം. ശരത്തെ ചോദിക്കുക, എന്താ ചേച്ചിന്ന് ചോദിക്കുക. അതെ, സച്ചിയേട്ടൻ്റെ ഫോൺ കാണാതെ പോയിരിക്കുക, അതില്ലാതെ സച്ചിയേട്ടന് പറ്റില്ല. ഇങ്ങനെ ഓട്ടോ ഒക്കെ ഉള്ളത് കാരണം അങ്ങനെ ട്രിപ്പിനൊക്കെ പോകുമ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നമ്പറൊക്കെ അതിലുള്ളതാണ്, അത് കണ്ടില്ല. ഏതായാലും സച്ചിയേട്ടന് ഒരു ഫോൺ വേണം, ഒരു പുതിയ ഫോൺ വാങ്ങിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ശരത്ത് പറയാം, ശരി ചേച്ചി, ഞാനും വരാം ചേച്ചിയുടെ കൂടെ എന്നൊക്കെ പറയണേ. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. കൊള്ളാം, ഇതുകൊണ്ടൊരു പണി ഞാൻ കൊടുക്കും, ആരെ ഏവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും. ഇപ്പം ആ ശരത്തിനും കൂടി ഒരു പണിയാണ് എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത്. കുറേ നാളായി അഹങ്കരിക്കുന്നു ആ സച്ചി എന്ന് പറയുന്നവൻ. ഇതോടെ തീരും സച്ചിയും ശരത്തും തമ്മിലുള്ള ബന്ധം, രേവതിയും വീട്ടുകാരും തമ്മിലുള്ള ബന്ധം. ഇതങ്ങ് വൈറലാവണമല്ലോ എന്നിങ്ങനെ വിചാരിക്കുക. ആൻ്റണിയെ പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തത്, ഇത് ആൻ്റണിയുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കാം എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോഴേക്കും ആൻ്റണി വിളിക്കുന്നുണ്ട് ശ്രുതിയെ. എന്നിട്ട് ചോദിക്കുക, ശ്രുതി ആ ഫോൺ കിട്ടിയോ, ആ വീഡിയോ കിട്ടിയോ, വീഡിയോ കിട്ടിയെങ്കിൽ അത് സെൻഡ് ചെയ്ത് തരാൻ പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, സച്ചിയുടെ ഫോണും എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനത് സെൻഡ് ചെയ്ത് തരത്തില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തോന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറഞ്ഞില്ലേ, ആദ്യം അത് സെൻഡ് ചെയ്ത് താ, അതൊന്ന് വൈറലാക്കണം. അങ്ങനെ സച്ചി ശരത്തുമായിട്ട് പിണങ്ങി, ശരത്ത് ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ച് വരണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക, അതൊന്നും നടക്കില്ല. നവീൻ ദാസിനെ പിടിക്കാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇതുവരെ അവനെ കണ്ടെത്താനോ പിടിക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റിയോ? ഒരുപാട് ഗുണ്ടകളൊക്കെ ഉള്ളതല്ലേ, ആ കാര്യം ചെയ്യ്, അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാമെന്ന് പറയാം. അങ്ങനെ നവീൻ ദാസിനെ പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ആൻ്റണി. ഗുണ്ടകളെ പറഞ്ഞു വിട്ടിരിക്കുക. നവീൻ ദാസിനെ പിടിച്ചുകൊണ്ട് വന്ന് മുറിയിലിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ ഗുണ്ടകളെല്ലാവരും, ആൻ്റണിയുടെ ഗുണ്ടകളെല്ലാം കൂടെ പോയി നവീൻ ദാസിനെ ഒരു റൂമിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. വന്ന് കണ്ണൊക്കെ കെട്ടി അങ്ങ് കൊണ്ടുവന്ന് ഒരു ഗോഡൗണിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുക. എന്നിട്ട് ആൻ്റണി ശ്രുതിയെ വീണ്ടും വിളിക്കുക, ശ്രുതി നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ആ നവീൻ ദാസിനെ ദേ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ആ വീഡിയോ എനിക്ക് തരാൻ പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വരാം, ഞാൻ അങ്ങോട്ട് വരാം, വന്നു കഴിഞ്ഞ് കാണട്ടെ എന്ന് പറയുക. അങ്ങനെ ശ്രുതിയും മീരയും കൂടി പോവാണ് കേട്ടോ ആൻ്റണിയുടെ അടുത്തേക്ക്. അങ്ങനെ ആൻ്റണിയുടെ അടുത്ത് ചെല്ലുമ്പം ശ്രുതി കാണുന്നുണ്ട് കേട്ടോ നവീൻ ദാസിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയാം, ദേ അവനെ അടിച്ച് കൈയും കാലും ഒടിക്കുക, അതും കൂടി ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, അതിപ്പം താൻ പറയൊന്നും വേണ്ട, ആ വീഡിയോ ഇങ്ങോട്ട് സെൻഡ് ചെയ്യേ, എന്നിട്ട് വേണം കളി തുടങ്ങാനെന്ന് പറയാണ്. അപ്പം മീരയും പറയുക കേട്ടോ ശ്രുതിയോട്, അതെ ശ്രുതി അവർ പറഞ്ഞ കാര്യം ചെയ്തല്ലോ, ഇനിയിപ്പോൾ ആ വീഡിയോ ആൻ്റണിക്ക് കൊടുത്തേരെ, നമുക്ക് കളികളൊക്കെ കാണാമെന്ന് പറയുക. അപ്പം ശ്രുതി ആലോചിക്കുക, ശരിയാ, ഇതങ്ങോട്ട് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ സച്ചിയുടെയും രേവതിയുടെയും പാട്ടം മറങ്ങും എന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക ആൻ്റണിക്കാണെങ്കിൽ ആ വീഡിയോ കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാവും. ആൻ്റണി ശ്രുതിയോട് പറയാം, ഞാൻ ഇത് വെച്ചൊരു കളി കളിക്കും, ആ സച്ചി അവനെ ഞാൻ അങ്ങ് വീഴ്ത്തും,
അതുപോലെ തന്നെ അവൻ്റെ അളിയനുണ്ടല്ലോ ശരത്ത്, അവൻ എൻ്റെ കൂടെ മര്യാദയ്ക്ക് നിന്നുകൊണ്ടിരുന്നവനാ. സച്ചി പറഞ്ഞ് ഉപദേശിച്ച് ഞാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവനിപ്പം നല്ലവനാകാൻ പോയി. അവൻ എൻ്റെ കൂടെ തന്നെ തിരിച്ചു വരണം. ഈ വീഡിയോ വൈറലാക്കിയത് സച്ചിയാണെന്ന് പറയും. അങ്ങനെയാവുമ്പം പിന്നെ സച്ചിയുമായിട്ട് പിണങ്ങി അവൻ ഇവിടെ തന്നെ തിരിച്ചു വരും, എൻ്റെ കാൽക്കൽ വീഴും എന്നൊക്കെ പറയാണ്. അങ്ങനെ വീഡിയോ ഒക്കെ കൊടുത്തിട്ട് ശ്രുതി പോവുക. ശ്രുതിക്ക് നല്ല സന്തോഷമാവുകയാണെ ഈ വീഡിയോ ഒന്ന് വൈറലാകുവാണെങ്കിൽ എല്ലാവരും കാണുവാണെങ്കിൽ നന്നായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ചന്ദ്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രയ്ക്കും അങ്ങോട്ട് ദേഷ്യമാകും. രേവതിക്ക് നല്ല ഉഗ്രം പണി കിട്ടും. പിന്നെ രേവതി ആ വീടിൻ്റെ അകത്ത് പോലും കയറാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങ് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ശ്രുതിക്ക് കേട്ടോ. അതേസമയം ഈ വീഡിയോ ആണെങ്കിൽ ആൻ്റണി പറയാ ഗുണ്ടകളോട്, എടാ ദേ ഈ വീഡിയോ ആ കഫേലെ ആ പയ്യൻ്റെ കൊണ്ട് കൊടുക്ക്, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അങ്ങ് അലക്കാൻ പറ. അത് മൊത്തം അങ്ങ് കറങ്ങിയാണെന്ന് വൈറലാവട്ടെ. അച്ചിയും അവൻ്റെ അളിയനും ഒക്കെ അങ്ങ് വൈറലാവട്ടെ. സച്ചിയുടെ അമ്മയും എല്ലാവരും അങ്ങ് വൈറലായി കഴിയുമ്പം ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കും. എൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സച്ചി മനസ്സിലാക്കും ഞാനാ ചെയ്തതെന്ന്. പിന്നെ അവൻ്റെ തല്ല് ഞാൻ കൊള്ളേണ്ടി വരും. അതിലും ഭേദം ഇങ്ങനെ ചെയ്യുന്ന പെട്ടെന്ന് കൊണ്ടുപോയി കഫേ കൊണ്ട് കൊടുക്കാൻ പറയാണ്. അങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാണ് കേട്ടോ. ആ വീഡിയോ കഫേയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടാൻ പറഞ്ഞു. അവൻ അതുപോലെയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഇട്ട് കഴിയുമ്പം ആൻ്റണി തൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇതിങ്ങനെ നോക്കുമ്പം കാണുന്നുണ്ട് ഈ വീഡിയോ. അങ്ങനെ ഈ വീഡിയോ പലർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുകയും ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ രേവതിയും ശരത്തും ഒന്നും അറിയുന്നില്ല. അവർ ആ സമയത്ത് കടയിൽ പോവുക മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് സച്ചിക്ക്. അങ്ങനെ കടയിൽ ചെന്ന് മൊബൈൽ ഫോണൊക്കെ നോക്കുന്നുണ്ട് രേവതിയും ശരത്തും കൂടി. അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന പയ്യനും ഈ വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ അവൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ കാണുന്ന പയ്യൻ തന്നെയല്ലേ ഈ വന്ന് നിൽക്കുന്നതെന്ന്. അപ്പോൾ കടയിലെ ആ പയ്യൻ മറ്റുള്ളവരോട് പറയാണ്, ദേ കണ്ടോ അവൻ വന്ന് നിൽക്കുന്നത്, ദേ ഇവൻ തന്നെയല്ലേ അവൻ നോക്കിക്കേ എന്നും പറഞ്ഞ് അവിടെയുള്ളവരെല്ലാം ഈ വീഡിയോ അങ്ങ് കാണുവാണ്. കാണുമ്പോൾ രേവതിയെയും ശരത്തിനെയും കാണുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയുകയും കളിയാക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ കടയിലെ പയ്യൻ പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ ഇപ്പോൾ അവനൊരു മൊബൈൽ വാങ്ങാൻ വന്നിരിക്കുക. ഇതുപോലെ പണം മോഷ്ടിച്ചെടുത്ത പൈസ കൊണ്ടായിരിക്കും ഇവൻ മൊബൈൽ വാങ്ങാൻ വന്നിരിക്കുന്നത്. പേരും കള്ളനാണെന്ന് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ നല്ല കള്ള ലക്ഷണമുണ്ട്. ഏതായാലും കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണാം, താമസിയാതെ ഇവൻ പോലീസ് പിടിക്കുകയും ചെയ്യും എന്നൊക്കെ ഇവർ പറയുക. അപ്പോൾ ഇതൊന്നും രേവതിക്കും ശരത്തിനും മനസ്സിലാവുന്നില്ല. അവരൊരു മൊബൈൽ ഫോണൊക്കെ അങ്ങ് വാങ്ങുകയാണ്. വാങ്ങിക്കഴിയുമ്പോൾ പിന്നെ സിമ്മിൻ്റെ കാര്യത്തിനായിട്ട് സിം എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ രേവതിയോട് പറയുകയാണ് കേട്ടോ ശരത്ത്, ചേച്ചി വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ സിമ്മൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, ശരി മോനെ നീ സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വീട്ടിലേക്ക് അങ്ങ് പോവുക. രേവതി ഈ വിവരമൊന്നും അറിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ശരത്താണെങ്കിൽ കടയിലേക്ക് പോവുകയാണ് സിമ്മ് വാങ്ങാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി ആൻ്റണിയെയും കൂട്ടരെയും കാണുകയാണ് കേട്ടോ. അപ്പോൾ ആൻ്റണിയെയും കൂട്ടരെയും കണ്ടു കഴിയുമ്പോൾ ആൻ്റണി ശരത്തിൻ്റെ മുമ്പിൽ വന്നതെന്ന് വെച്ച് ചോദിക്കുക, എന്താടാ എവിടെ പോവാടാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആൻ്റണി ഞാനൊരു ശല്യത്തിനും വരുന്നില്ലല്ലോ, ഞാനേ സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഒരു സിം എടുക്കാൻ പോവാന്ന് പറയും. ഓ നിൻ്റെ സച്ചിയേട്ടന് വേണ്ടി സിം എടുക്കാൻ പോവാ, കൊള്ളാം. ഇനിയിപ്പോൾ കളിയൊക്കെ മാറുന്ന നീ അങ്ങ് കണ്ടോണം. സച്ചിയേട്ടൻ നിനക്കിട്ട് ശരിക്കും പണി തന്നിട്ടുണ്ടല്ലോടാ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശരത്ത് പറയാം, എന്ത് പണി, എനിക്ക് എന്ത് പണിയാണ് സച്ചിയേട്ടൻ തന്നത്? അല്ല നീ ഇതൊന്നും അറിഞ്ഞില്ലേ അപ്പം, നീ നോക്കിക്കേ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ചന്ദ്രയുടെ ബാഗിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ അത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ, ഇത് നിൻ്റെ സച്ചിയേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ആണല്ലോ, അല്ലാതെ വേറെ ആരുടെയും കയ്യിലുണ്ടായിരുന്ന വീഡിയോ അല്ലല്ലോ. പക്ഷേ ഇപ്പം കണ്ടില്ലേ സച്ചിയേട്ടൻ ആ വീഡിയോ അങ്ങോട്ട് വൈറലാക്കി സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടു, എല്ലാവരും കണ്ടു. ഇപ്പം നാട്ടുകാർ മുഴുവൻ നിൻ്റെ നാടകം കണ്ടിങ്ങനെ ആസ്വദിക്കാടാ. സച്ചി ചെയ്ത പണിയല്ലേ, നിന്നെ ഒതുക്കാൻ വേണ്ടി അവൻ ചെയ്തതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശരത്ത് അന്തം വിട്ടു പോവുകയാണേ, തൻ്റെ വീഡിയോ എല്ലായിടത്തും. അതും ഇതിനിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? വീട്ടിൽ രേവതി ചേച്ചിയും അമ്മയും അതുപോലെ തന്നെ സച്ചിയേട്ടൻ്റെ അമ്മയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അവരെല്ലാം തന്നെ എങ്ങനെ കാണും, എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് ആകെപ്പാടെ വെട്ടി വേർക്കാണ് കേട്ടോ ശരത്തിന്. ശരത്ത് ചോദിക്കുക, ഈ വീഡിയോ ഇതാരാ, നിങ്ങളാണോ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടേന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയുന്നത്, ഞാനിടാനായിട്ട് എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇല്ലായിരുന്നല്ലോ, നിൻ്റെ അളിയൻ സച്ചിയുടെ കയ്യിലല്ലേ ഉണ്ടായിരുന്നത്, അവൻ തന്നെ ചെയ്ത പണിയാണ് ഇത് എന്ന് പറയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യല, ഇതാരോ മനഃപൂർവ്വം ചെയ്താ, സച്ചിയേട്ടന് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരോ ആ ഫോണിൽ നിന്ന് ആ വീഡിയോ സെൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടതാ എന്ന് പറയും. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നീ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ? നിന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു സച്ചിയെ വിശ്വസിക്കേണ്ട, അങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടാൻ. അവൻ അങ്ങനെ പല കാര്യങ്ങളും പറയും, നീ ഇപ്പോൾ ഇതെല്ലാം മറന്ന് ഞങ്ങളുടെ കൂടെ കൂട് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശരത്ത് പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരികയല്ല, സച്ചിയേട്ടൻ പറഞ്ഞതനുസരിച്ചേ ഞാൻ ജീവിക്കുള്ളൂ. ഞാനേ ഇപ്പോൾ പഠിക്കാൻ പോവാം, എനിക്ക് പഠിക്കണം, എൻ്റെ കുടുംബം നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ കൂടെ കൂടി എൻ്റെ ജീവിതം തീർക്കാനൊന്നും ഞാനില്ല എന്ന് പറയാം.
അപ്പം ആൻ്റണി പറയാം, ആ വേണ്ട വേണ്ട, ഇപ്പം തന്നെ നിൻ്റെ ജീവിതം തീരും. ഇനി പോലീസ് കേസ് തല്ല ബഹളം, ഓ എന്തൊരു രസമായിരിക്കും എന്നറിയാവോ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ശരത്ത് അവിടെ നിന്ന് പോവുക. സിമ്മൊക്കെ എടുത്തിട്ട് ആകെ വിഷമിച്ച് ശരത്തിനാകപ്പാടെ പേടിയാവുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ശരത്ത് പോവുക. ശരത്ത് ആരോടും ഒന്നും മിണ്ടുന്നില്ല, വീട്ടിൽ ചെല്ലുക. വെട്ടി വേർത്താണ് ശരത്ത് ചെല്ലുന്നത്. ടെൻഷൻ അടിച്ച് ശരത്ത് ഒരു റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഇറങ്ങി വരാതെ. രേവതിയോടോ അമ്മയോടോ ഒന്നും ഇക്കാര്യം പറയുന്നില്ല. അതേസമയം നമ്മുടെ ശ്രുതി വിചാരിക്കുകയാണ്, എങ്ങനെയും ഈ വീഡിയോ ചന്ദ്രയെ ഒന്ന് കാണിക്കണം, ചന്ദ്രയെ കാണിച്ചിട്ട് വേണം ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും വീട്ടിൽ ചന്ദ്രയില്ല. ചന്ദ്ര ഭാമയുടെ അടുത്ത് പോയിരിക്കുകയാണ്. ഉടനെ ശ്രുതി നേരെ ഈ ഫോണുമായിട്ട് ഭാമയുടെ അടുത്തേക്ക് പോവുക. ഭാമയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ചന്ദ്രയോട് പറയാം, അമ്മ ഈ വീഡിയോ കണ്ടോ എന്ന് ചോദിക്കുക. എന്ത് വീഡിയോ ആടി എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അല്ല, ഒരുത്തൻ പണം മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കുന്ന വീഡിയോയാ, അതമ്മ കണ്ടോ എന്ന് ചോദിക്കുക. എന്തോ ഒരു ഇതുപോലെ മിന്നായം പോലെ ഞാൻ കണ്ടു, ഞാനത് ശ്രദ്ധിച്ച് കാണാനും ഒന്നും പോയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്നെ കാണാനാ എന്ന് പറയാം. അല്ല, ഇതാരാ പണം മോഷ്ടിക്കുന്നതെന്നും ആരുടെ പണമാണ് മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നതെന്നും അമ്മ കണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലല്ലോ എന്ന് പറയാം. എന്നാ കണ്ടോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുക ചന്ദ്ര എപ്പോഴാണ് കേട്ടോ സൂക്ഷിച്ചു നോക്കുന്നത്. ചന്ദ്രയുടെ കയ്യിലെ പണം മോഷ്ടിച്ചുകൊണ്ട് പോവാണ് നമ്മുടെ ശരത്ത്. ഉടനെ അപ്പോഴാണ് ചന്ദ്രയ്ക്ക് പിടികിട്ടുന്നത്, ഇത് ശരത്താണല്ലോ എന്നൊക്കെ, ഇത് തൻ്റെ പണം മോഷ്ടിക്കുന്ന വീഡിയോ ആണല്ലോ എന്നൊക്കെ. ചന്ദ്ര പെട്ടെന്ന് ചാടി എണീക്കുക. അപ്പോൾ ഭാമ ചോദിക്കുക, എന്താ ചന്ദ്ര പ്രശ്നം, ആരാ ചന്ദ്ര അത്, എന്താന്ന് പറ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാ, ഭാമയുടെ കയ്യിലേക്ക് ആ ഫോൺ അങ്ങ് കൊടുക്കുക. അപ്പോൾ ഭാമയെ ഇങ്ങനെ നോക്കുമ്പം കാണുന്നുണ്ട് ശരത്ത് പണം മോഷ്ടിക്കുന്നത്. ഉടനെ ഭാമ പറയാ, ഇത് രേവതിയുടെ ആങ്ങളെയല്ലേ, ഇവൻ ഇത്രക്കാരനായിരുന്നോ, ഇത്രയും മോശം പയ്യനായിരുന്നോ, ഇവനൊരു പെരും കള്ളനാണല്ലോ, പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന കണ്ടില്ലേ എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാ, കണ്ടില്ലേ, അവൻ എൻ്റെ പണം മോഷ്ടിച്ചില്ലേ, ആ വീഡിയോയാ ഭാമ ഇത് എവിടുന്ന് കിട്ടി ശ്രുതി, ഇപ്പം ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ കണ്ടില്ലേ, അന്ന് നടന്ന സംഭവമാണ് ഈ വീഡിയോ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ല എല്ലാവരും കാണുന്നുണ്ട്, നാട്ടുകാർ മുഴുവൻ ഇത് കണ്ടിട്ടിരിക്കുക, ഇപ്പം ആ രേവതിയും സച്ചിയും എല്ലാവരും കണ്ടു കാണും എന്ന് പറയാം. ചന്ദ്ര കലി കൊണ്ട് തുള്ളുവാണ്. അപ്പോൾ ഭാമ ചോദിക്കുക, ഇവനൊരു കള്ളനൊക്കെ ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ ഇവൻ കള്ളനായിരിക്കും, ഇവൻ പണ്ടേ ബൈക്ക് മോഷ്ടിച്ചതാ, ബൈക്ക് മോഷ്ടിക്കാമെങ്കിൽ പിന്നെ അവന് പണവും മോഷ്ടിക്കാമല്ലേ, അമ്പട കള്ള, ഇവനായിരുന്നു അന്ന് എൻ്റെ പണം മോഷ്ടിച്ചതല്ലേ, ഇവൻ ഇത്തരക്കാരനായിരുന്നല്ലേ. ആ രേവതി അവളുടെ കുടുംബമഹിമയൊന്നും പറയണ്ട, ആ മനുഷ്യൻ അവളെ കെട്ടിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക ആ നശിച്ച കുടുംബത്തിൽ നിന്ന്. ഞാനിനി എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കണം, ഇങ്ങനെ നാണം കെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ ഒരു ബന്ധം എനിക്ക് കിട്ടിയത്. രേവതി അവളെ ഞാനിനി വെച്ചേക്കുകയല്ല, അവളുടെ വീട്ടുകാർ ഇത്ര നാണം കെട്ട ആൾക്കാർ, ഇവരുമായിട്ടൊരു ബന്ധത്തിന് പോയി ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും, ആളുകളെല്ലാം പറയില്ലേ എൻ്റെ മരുമോളുടെ ആളെ കള്ളനാണെന്ന്, അതും എൻ്റെ പണവും തട്ടിക്കൊണ്ട് പോയെന്ന്, നാട് മുഴുവൻ ഇതറിഞ്ഞില്ലേ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് തുള്ളുവാണ്. അപ്പോൾ ശ്രുതി പറയാ, ശരിയാമേ, ഇത് വളരെ മോശമാണ്, രേവതി എന്നിട്ട് മിണ്ടിയിട്ടുണ്ടോ, രേവതിക്കും സച്ചിക്കും ഒക്കെ ഇത് നേരത്തെ അറിയാമെന്നേ, എന്നിട്ട് അവരിത് പറഞ്ഞോ, അവർ ശരത്തിനെ സംരക്ഷിക്കുകയല്ലായിരുന്നോ, അവൻ കാണിച്ച ചെറ്റത്തരല്ലേ, അമ്മയുടെ പണം മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞാലോ, അതെ, അവൻ വീട്ടിൽ വന്ന് പണം മോഷ്ടിച്ചു, അത് അവൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയായിരിക്കും, അതിനു മുമ്പ് അവൻ ബൈക്ക് മോഷ്ടിച്ചതാ, ഇപ്പം വീട്ടിൽ വന്ന് പണം മോഷ്ടിക്കാൻ രേവതി പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് അവനത് ചെയ്തത്, എന്തായാലും അവളുടെ വീട്ടുകാരെയൊന്നും വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് ഉറഞ്ഞു തുള്ളുവാണ്. എനിക്കിപ്പം തന്നെ അവിടെ പോകണമെന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഇപ്പം പോണോ ചന്ദ്രേ, നീ ഇപ്പം എന്തിനാ അവരുടെ വീട്ടിൽ പോയി ബഹളം വയ്ക്കുന്നത്, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, നിന്റെ പണം തിരിച്ച് കിട്ടിയതുമല്ലേ, ഇനി ഇതിപ്പോൾ ഒരു വിഷയമാക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാ, അല്ല ചന്ദ്ര പറയാ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റിയല്ല, പണം തിരിച്ചു കിട്ടി, അതൊക്കെ വേറെ കാര്യം, പക്ഷേ ഇങ്ങനെ അവിടെ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് ചോദിക്കാതിരിക്കണമെന്നോ, എൻ്റെ വീട്ടിലെ പണം ആ ചെറുക്കൻ വന്ന് മോഷ്ടിക്കുമോ, ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കല്ല, എനിക്ക് രേവതിയുടെ വീട്ടിൽ പോകണമെന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാ, ശരിയാ ആൻറ്റി, വാ നമുക്ക് പോകാം, ഞാൻ ആൻറ്റിയെ കൊണ്ടുപോകാം, അവിടെ ചെന്ന് ആൻറ്റി ഇത് ചോദിക്കണം, അങ്ങനെ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് മൂപ്പിച്ച് കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയെ. അങ്ങനെ ചന്ദ്രയും ശ്രുതിയും കൂടെ രേവതിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും വാതിൽ തുറന്നിട്ട്, എടി രേവതി എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് അട്ടഹാസം മുഴക്കി അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ രേവതി ഓടി വന്നിട്ട്, എന്താമ്മേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ചന്ദ്ര പറയാം, എനിക്കെന്താ ഇങ്ങോട്ട് വരാമല്ലേ, എന്താ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയണോടി അഹങ്കാരി എന്നൊക്കെ പറഞ്ഞങ്ങ് രേവതിയുടെ നേരെ മെക്കിട്ട് കയറുക. അപ്പോഴേക്കും രേവതി ചോദിക്കുക, ഇല്ല എന്താ അമ്മ ഇപ്പം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ല എന്താ ശ്രുതി, എന്താ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൻറ്റി വന്നത്, ആൻറ്റി തന്നെ പറയും കാര്യം, ഏതായാലും നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന് പറയാം, അപ്പം എന്താന്ന് പറ നിങ്ങൾ എന്ന് പറയാം.
അപ്പോഴേക്കും രേവതിയുടെ അമ്മ ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവും എല്ലാവരും കൂടെ വരികയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ശരത്താണെങ്കിൽ മുറിയിൽ കയറി ഇങ്ങനെ ഇരിക്കുക. ശരത്തിന് അറിയാൻ കേട്ടോ ചന്ദ്ര വരുമെന്ന്. ശരത്ത് പേടിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ഒളിച്ചു നിന്ന്. അപ്പോഴേക്ക് ഇവരെല്ലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താന്ന്. അപ്പം എന്താ സച്ചിയുടെ അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി അമ്മ. അപ്പം ലക്ഷ്മി അമ്മയുടെ നേരെ ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണ് ചന്ദ്ര. നാണം കെട്ടവരെ, നിങ്ങൾക്ക് നാണമില്ലേ ഇത് പറയാനായിട്ട്? എന്തെല്ലാം പണിയെ ഒപ്പിച്ച് വെച്ച് ഇതുപോലൊരു നശിച്ച കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ എൻ്റെ മകന്. അതെങ്ങനെയാ? അവരുടെ ഭർത്താവ് പോയി ചത്തു, എന്നിട്ട് അതിന് ഇവിടെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചു. എന്ത് ചെയ്യാനാ? അങ്ങേരെ ഒരു വിവാഹാലോചനയും കൂടെ വന്നിരിക്കുന്നു. എനിക്ക് നാണം കെട്ടിട്ട് ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇത്രയ്ക്ക് കള്ളന്മാരാണല്ലോ, ഇത്രയ്ക്ക് അതമ്പതിച്ചവരാണല്ലോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം വയ്ക്കുമ്പോൾ ഇവരെല്ലാം അന്തം വിട്ട് നിൽക്കുക. എന്താണെന്ന് പറ, എന്താണെന്ന് ഞാൻ പറയാം. അവനെന്തിയാ അവിടെ? ആ ശരത്തെന്തിയേ, നിൻ്റെ അനിയൻ എന്തിയെന്ന് എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പോൾ ശരത്ത് ഇങ്ങനെ വാതുക്കെ വന്ന് നോക്കി നിൽക്കുക. ഇവിടെ ഇറങ്ങി വാടാ, നീ എന്താണ് അവിടെ മിണ്ടാ നിൽക്കുന്നത്? പേരും കള്ള എന്നൊക്കെ പറഞ്ഞ് ശരത്തിൻ്റെ കുത്തിനെ പിടിച്ച് വലിച്ചിങ്ങ് കൊണ്ടുവരിക. ശരത്തൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ശരത്തിന് അറിയാം പണി പറ്റിപ്പോയി, ഇനിയിപ്പം ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്ന്. ശരത്തിങ്ങനെ മിണ്ടാ പേടിച്ച് നിൽക്കുക. വലിച്ചഴച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ് ചന്ദ്ര. എന്നിട്ട് കൊടുക്കുകയാണ് കവിളിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരണത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. പടക്കം പൊട്ടുന്ന പോലെ അടി കൊടുത്തോണ്ടിരിക്കുക. ശരത്താണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ രേവതിയുടെ അമ്മ ചോദിക്കുക, എന്താ ഇത്? എന്താ ചന്ദ്ര ഇത്? ഇത്രയും നാളും നിങ്ങൾ ഞങ്ങളെ ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞു, ഒരുപാട് വൃത്തികേടുകൾ ഇപ്പോൾ പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെ മോനെ വന്നിട്ട് വിളിച്ച് അടിക്കുന്നത് എന്തിനാ? അവൻ ചെയ്ത തെറ്റെന്തിനാ? വെറുതെ എന്തിനാ അവനെ അടിക്കുന്നത്? ഇനി നിങ്ങൾ അവരെ അടിക്കരുത് എന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, അമ്മേ ഇനി അവനെ അടിക്കരുത്. എന്തിനാ ശരത്തിനെ ഇങ്ങനെ അടിക്കുന്നേ? അവൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് എന്ന് പറയാ. അപ്പോൾ ചന്ദ്ര പറയാം, എന്താ തെറ്റ് ചെയ്തതെന്നോ ഇവൻ? അത് നിങ്ങളാരും അറിഞ്ഞില്ലേ ഇതുവരെ എന്ന് ചോദിക്കുക. ഇല്ല, അറിഞ്ഞില്ലെന്ന് രേവതി പറയാം. എന്നാൽ ഇത് കണ്ടോ, ഈ വീഡിയോ കണ്ടോ? ഇവനാ അന്ന് എൻ്റെ പണം മോഷ്ടിച്ചത്. ഇവൻ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ കണ്ടോളാൻ പറയാ, കണ്ണ് നിറച്ച് കണ്ടോ എന്നും പറഞ്ഞ് ചന്ദ്ര ഇവരെ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയമ്മയും ദേവും രേവതി എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ അവരങ്ങ് ഞെട്ടിപ്പോവുക. ദൈവമേ, ശരത്ത് പണം മോഷ്ടിക്കുന്ന വീഡിയോ ഇല്ലേ? മൊത്തം അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയേ ചന്ദ്ര അന്നേരം, കണ്ടില്ലേ കണ്ണ് നിറച്ച് ഇവൻ കാണിച്ച് തോന്നിയാസം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പണം എടുത്തോണ്ട് പോകാമെന്ന്. ഇവൾ അവിടെ ഇവന് പറഞ്ഞു വിട്ട് എടുപ്പിച്ചതല്ലേ? ഇത്രയ്ക്ക് മോശപ്പെട്ട കുടുംബക്കാരാണല്ലോ നിങ്ങൾ, ദാരിദ്ര്യം കെട്ടവരാണല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇത്രയ്ക്ക് സ്വഭാവദൂഷ്യമുള്ളത്. നിങ്ങളെയൊക്കെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി രേവതി, ഇനി നീ എൻ്റെ വീടിനെ പടി കയറി പോകരുതെന്ന് പറയാം. അപ്പോൾ രേവതി കൈകൂപ്പിക്കൊണ്ട് പറയാം, അമ്മേ ക്ഷമിക്കണം. ശരത്തെ, എടാ നീ ഇതാണ് ചെയ്തോടാന്ന് ചോദിച്ച് രേവതി ശരത്തിനെ ഇങ്ങോട്ട് വിളിച്ച് നിർത്തി കൊടുക്കുകയാണ് അടി. അതുപോലെ ലക്ഷ്മിയമ്മയും കൊടുക്കുക. എടാ നീ ചെയ്തതാണോടാ ഇത്? നീയാണോടാ പണം മോഷ്ടിച്ചതെന്ന് ചോദിക്കുക. അപ്പം ശരത്ത് പറയാം, അതെ ഞാനാ ചെയ്തത്, അന്നിങ്ങനെ സംഭവിച്ചു പോയി. ആൻ്റണി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. സച്ചിയേട്ടനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ആൻ്റണി ഓരോന്ന് ഒപ്പിച്ച് വെച്ചതാ. അത് കേട്ട് അന്ന് ഞാൻ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ട് തുടങ്ങുക, നിന്നോട് ക്ഷമിക്കണമെന്നോ? വേണ്ടാത്ത തോന്നിയാസങ്ങളെല്ലാം ചെയ്തിട്ട് നിന്നോട് ക്ഷമിക്കണമെന്നോ? ഇനി ഈ കുടുംബമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവും വേണ്ടെന്നേ. ഇത്രയും നാണം കെട്ട ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നും ഈ ചന്ദ്രയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് തുള്ളുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ ക്ഷമിക്കമ്മേ, അവനൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന് പറയും. ഇവനോ അബദ്ധമോ? ഇവനെ ഞാൻ വെറുതെ വിടുകയല്ല, നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റും, ഇതിന് ഞാൻ കേസ് കൊടുക്കും, ഇവനെ പിടിച്ച് അകത്തിടും, അമ്പട പെരും കള്ള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച് നിൽക്കുമ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടെ വരിക. വന്നിട്ട് ചന്ദ്രയോട് പറയാം, എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുക. ഹൗസ് ഓണർ വന്നിട്ട് പറയുക, ഇതേ എൻ്റെ വീടാ, ഞാൻ ഇവർക്ക് വാടകയ്ക്ക് ഈ വീട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കാൻ പറ്റിയല്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ ബഹളം വയ്ക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കേസ് കൊടുക്കുക, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ, അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ പറ്റിയല്ലെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്ന് ഞാൻ ബഹളമൊന്നും വയ്ക്കുന്നില്ല. എന്നോട് ഇവനും ഇവളും ചെയ്ത തോന്നിയാസത്തിന് ഞാൻ കേസ് കൊടുക്കാൻ പോവാ. എല്ലാ അഴിയെണ്ണും എല്ലാത്തിനും പിടിച്ച് അകത്തിടും. കള്ള കുടുംബം, നാണമില്ലാത്തവന്മാർ, കള്ളന്മാർ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറഞ്ഞേച്ച് ചന്ദ്ര പോവുക. അപ്പോൾ രേവതി പുറകെ ചെല്ലുക, അമ്മേ കേസൊന്നും കൊടുക്കരുതേ, അമ്മ ശരത്തിനോട് പൊറുക്കണം, ഇത് അവനറിയാതെ ചെയ്തതല്ലേ, അമ്മ ക്ഷമിക്കണം, പണം തിരികെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുക. നീ ഒരക്ഷരം മിണ്ടരുത്, നീ ഇനി എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ആ വീട്ടിൽ നിൽക്കുക പോലുമില്ല എന്നും പറഞ്ഞ് തുള്ളിച്ചാടി പോവാണ് കേട്ടോ ചന്ദ്ര നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്
അതേസമയം ശരത്തിനോട് ചോദിക്കുകയാണ് രേവതി, എടാ ശരത്തെ, നീ ഇതൊക്കെ ചെയ്തല്ലോ, സച്ചിയേട്ടൻ അറിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് നിനക്കറിയോ? സച്ചിയേട്ടൻ ഇത് സഹിക്കുമോ? സച്ചിയേട്ടൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതാ, എന്നിട്ട് നീ ഇത് ചെയ്തെന്നറിയുമ്പം ആ മനുഷ്യൻ ഇനി എന്തെല്ലാം പറയും, എന്തെല്ലാം വിഷമം വരും എന്ന് പറയുമ്പം ശരത്ത് പറയാം, അത് ചേച്ചി, സച്ചിയേട്ടൻ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, നേരത്തെ തന്നെ സച്ചിയേട്ടൻ അറിയായിരുന്നു. അന്നിത് അറിഞ്ഞിട്ടാണ് സച്ചിയേട്ടൻ എന്നെ തല്ലിയതും എൻ്റെ കൈ ഒടിച്ചതും ഒക്കെ. അതുകൊണ്ട് സച്ചിയേട്ടൻ്റെ ഫോണിലെ ഈ വീഡിയോ ഉണ്ടായിരുന്ന അത് അതിപ്പോൾ അതാരോ വൈറലാക്കി, അതാരോ പുറത്തു വിട്ടു. സച്ചിയേട്ടൻ്റെ ഫോൺ കാണാതെ പോയപ്പം സംഭവിച്ചതായിരിക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സച്ചിയേട്ടൻ ഇതൊന്നും അറിയാതെയല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ രേവതി പറയാം, എൻ്റെ മഹാഭാവി, നിൻ്റെ കൈയൊന്ന് ഒടിച്ചെന്നും പറഞ്ഞ് ഞാൻ സച്ചിയേട്ടനെ എന്തുമാത്രം ചീത്ത പറഞ്ഞു, എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാണല്ലോ ആ മനുഷ്യൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പം എനിക്ക് നിന്നെ ഞാനെന്നും പറഞ്ഞ് രേവതി കൊടുക്കുകയാണ് പിന്നെ ശരത്തിനിട്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രൻ ഇനി കേസ് കൊടുക്കുകയും വേറെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാവേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്